T20 ലോകകപ്പിന് ഇനി 37 ദിവസത്തെ ദൂരം മാത്രം. 2024 ജൂണിൽ ബാർബഡോസിലെ കെൻസിങ്ടൺ ഓവലിൽ ഇന്ത്യ കിരീടമുയർത്തിൻ്റെ ഹാങ് ഓവർ ഇന്നും മാറാത്തവരുണ്ട്. ഫെബ്രുവരി 7-ന് വാങ്കഡയുടെ മണ്ണിൽ US-നെതിരെ സൂര്യകുമാർ യാദവും സംഘവും വീണ്ടും ഒരു ദൗത്യത്തിലേക്ക് ചുവടുവെക്കുമ്പോൾ ആരാധകരുടെ പ്രതീക്ഷ ഏറെയാണ്. വളരെ നേരത്തെ ലോകകപ്പ് ടീമിനെ പ്രഖ്യാപിച്ച് ഇതിനോടകം ഇന്ത്യ എതിരാളികൾക്ക് കൃത്യമായൊരു സ്റ്റേറ്റ്മെൻറ്റും നൽകിയിട്ടുണ്ട്. എന്നാൽ കിരീടം നിലനിർത്തുക എന്നത് ഇന്ത്യക്ക് ഒരിക്കലും എളുപ്പമാകില്ല. എന്തിനു പോന്ന എതിരാളികൾ ഇന്ത്യക്കെതിരെയുണ്ട്. ബിഗ് ബാഷിൻ്റെ കരുത്തിൽ ട്രാൻസ്ഫർമേഷൻ ഒരുക്കുന്ന ഓസീസ് തന്നെയാണ് പ്രധാന വെല്ലുവിളി. ലോകകപ്പിൻ്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചതോടെ ടീമുകൾ ഓരോരുത്തരായി ലോകകപ്പ് സ്ക്വാഡിനെ അനൗൺസ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യക്ക് പുറമെ ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ശ്രീലങ്ക, ഒമാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ ടീമുകളാണ് ഇതുവരെയായി സ്ക്വാഡ് ലിസ്റ്റ് പുറത്തുവിട്ടത്. വരും ദിവസങ്ങളിൽ മറ്റു ടീമുകളുടെ പട്ടിക കൂടി പുറത്തു വരുന്നതോടെ T20 ലോകകപ്പിൻ്റെ സമഗ്ര ചിത്രം തെളിയും. പുതുവർഷത്തിൽ 15 അംഗ സ്ക്വാഡിനെ പ്രഖ്യാപിച്ച ഓസീസ് 2021 ശേഷം മറ്റൊരു കിരീടം ലക്ഷ്യമിട്ട് സന്തുലിത ടീമിനെയാണ് ഇത്തവണ അണിനിരത്തിയത്. മിച്ചൽ മാർഷ് നയിക്കുന്ന സംഘത്തിൽ പാറ്റ് കമ്മിൻസും ട്രാവിസ് ഹെഡും കാമറൂൺ ഗ്രീനും ടിം ഡേവിഡും ഗ്ലെൻ മാക്സ്വെല്ലും അടക്കമുള്ള പ്രധാന പടക്കോപ്പുകളെല്ലാം ഇടം പിടിച്ചിട്ടുണ്ട്. ഇന്ത്യക്കെതിരായ അവസാന T20 സ്ഥാനം ലഭിക്കാതിരുന്ന കമ്മിൻസ്, ഗ്രീൻ, കൂപ്പർ കണോലി എന്നിവരുടെ തിരിച്ചുവരവാണ് ടീം പ്രഖ്യാപനത്തിലെ സുപ്രധാന മാറ്റം. കമ്മിൻസിനൊപ്പം ഹേസൽവുഡിനും നഥാൻ എല്ലിസിനുമാകും പേസ് ബോളിങ്ങിൻ്റെ ദൗത്യം. എന്നാൽ ആഷസിന് ശേഷം വരുന്ന ഇവരുടെ ഫിറ്റ്നസ് കണ്ടുതന്നെ അറിയണം. സേവിയർ ബാദ്ലേറ്റും ബോളിംഗ് ഓപ്ഷനായുണ്ട്. മിച്ചൽ സ്റ്റാർക്ക് T20 നിന്ന് വിരമിച്ചതും സ്പെൻസർ ജോൺസന് പരിക്കേറ്റതുമാണ് സെലക്ഷൻ കമ്മിറ്റിയെ ബാത്ലെറ്റിലേക്ക് എത്തിച്ചത്. ലോകകപ്പിന് വേദിയാകുന്നത് ഇന്ത്യയും ലങ്കയുമായതിനാൽ സ്പിന്നിനും വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ടീം പ്രഖ്യാപനമാണ് ഓസീസ് നടത്തിയിരിക്കുന്നത്. ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളിൽ ശ്രീലങ്കയിലും സൂപ്പർ 8 പോരാട്ടങ്ങൾ ഇന്ത്യയിലുമായാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ആഡം സാംബക്ക് പുറമെ മാത്യു കൂനെമാനാണ് സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി ഇടം ലഭിച്ചിരിക്കുന്നത്. കൊണോലി, മാക്സ്വെൽ, മാത്യു ഷോട്ട് എന്നീ പാർട്ട് ടൈം ഓപ്ഷനുകളും മുൻ ചാമ്പ്യന്മാർക്ക് കരുത്താകുന്നു. പുറംവേദനയിൽ നിന്ന് മുക്തനായി എത്തിയ കമ്മിൻസ് ആഷസ് ടെസ്റ്റിൽ കളിച്ചെങ്കിലും ഈ മാസം അവസാനം താരത്തെ സ്കാനിങ്ങിന് വിധേയമാക്കുന്നുണ്ട്. ഇതിനുശേഷം മാത്രമാകും താരത്തിൻ്റെ ലഭ്യത സംബന്ധിച്ച് ടീം അന്തിമ തീരുമാനത്തിലേക്ക് കടക്കുക. പരിക്കലട്ടുന്ന ഹേസൽവുഡ്, ടിം ഡേവിഡ് എന്നീ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ടൂർണമെൻറ്റിന് മുമ്പായി ഇവർ പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കുമെന്നാണ് സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ജോർജ് ബെലിയടക്കം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ബോക്സിംഗ് ഡേയിൽ നടന്ന ബിഗ് ബാഷ് ലീഗിനിടെയാണ് ടിം ഡേവിഡിന് ഹാംസ്ട്രിംഗ് ഇഞ്ചുറി സംഭവിച്ചത്. ആഷസിനിടെ പരിക്കേറ്റ ഹേസൽവുഡ് ടൂർണമെൻറ്റിനിടെ കളം വിടുകയായിരുന്നു. ടിം ഡേവിഡിൻ്റെ ഫിറ്റ്നസിലുള്ള ആശങ്ക മാറ്റി നിർത്തിയാൽ ബാക്ക് ടു നിരയിൽ ഓസീസിന് കാര്യമായ ഭീഷണിയൊന്നുമില്ല. ട്രാവിസ് ഹെഡ്, മിച്ചൽ മാർഷ് ഓപ്പണിംഗ് കോംബോ ഏത് പേസ് നിരക്കും ഭീഷണി സൃഷ്ടിക്കാൻ കെൽപ്പുള്ളവരാണ്. ജോഷ് ഇംഗ്ലിഷ്, മാറ്റ് ഷോട്ട്, മാർക്കസ് സ്റ്റോയിനിസ്, കാമറൂൺ ഗ്രീൻ, ഗ്ലെൻ മാക്സ്വെൽ. ഒരറ്റത്ത് നിന്ന് തിരികൊളുത്തിയാൽ കത്തിപ്പെടാൻ കരുത്തുള്ള ബിഗ് ഹിറ്റർമാരുടെ നീണ്ട നിരയാണ് കങ്കാരുപ്പടിയുടെ കരുത്ത്. അതേസമയം ഇന്ത്യക്കെതിരായ അവസാന T20 ഇടം പിടിച്ച മിച്ചൽ ഓവന് സ്ക്വാഡിൽ ഇടം പിടിക്കാനായില്ല. അവസാന 12 T20 ഓസീസിനിൽ ഇടം ലഭിക്കാതിരുന്ന 22-കാരൻ കൂപ്പർ കണോലിയുടെ സാന്നിധ്യം സർപ്രൈസ് എൻട്രി ആയിട്ടുണ്ട്. ജോഷ് ഇംഗ്ലിഷിന് ബാക്കപ്പ് കീപ്പറായി മറ്റാരെയും ഉൾപ്പെടുത്താതിരുന്നതും ശ്രദ്ധേയമായി. സത്യത്തിൽ ഏകദിന ലോകകപ്പിലുള്ളതുപോലൊരു മേധാവിത്വം ഓസീസിന് 2020 അവർ വൈകിയാണ് ഒരു കിരീടം പോലും നേടിയത്. 2021 ന്യൂസിലാൻഡിനെ വീഴ്ത്തി T20 ലോക കിരീടത്തിൽ മുത്തമിട്ട കങ്കാരുപ്പടക്ക് പിന്നീട് അങ്ങോട്ട് ടൂർണമെൻറ്റിൽ നിലയുറപ്പിക്കാനായിട്ടില്ല. പക്ഷേ ഇക്കുറി അത് മാറ്റാമെന്നാണ് അവരുടെ പ്രതീക്ഷ. 2021 ഫൈനലിലെ താരമായ മിച്ചൽ മാർഷിൻ്റെ കീഴിൽ ഇത്തവണ ഇറങ്ങുമ്പോൾ ടീം തികഞ്ഞ പ്രതീക്ഷയിലാണ്. അന്ന് ടീമിലുണ്ടായിരുന്ന മാക്സ്വെൽ, സ്റ്റോയിനിസ്, കമ്മിൻസ്, സാംബ, ഹേസൽവുഡ് എന്നിവരുടെ സാന്നിധ്യവും പ്രതീക്ഷ നൽകുന്നു. ലോകകപ്പിന് മുമ്പായി ഈ മാസം അവസാനം പാകിസ്ഥാനെതിരെ ഓസ്ട്രേലിയ 3 മത്സര T20 സീരീസ് കളിക്കുന്നുണ്ട്. ഹാരി ബ്രൂക്കിൻ്റെ ക്യാപ്റ്റൻസിൽ ഇറങ്ങുന്ന ഇംഗ്ലണ്ടും കടലാസിൽ കരുത്തർ തന്നെയാണ്. പക്ഷേ ആ കരുത്ത് കളത്തിൽ കാണുന്നില്ല എന്ന വിമർശനത്തെ അവർക്ക് മറികടക്കേണ്ടതുണ്ട്. T20 സ്പെഷ്യലിസ്റ്റ് ബാറ്റർ ഫിൽ സോൾട്ട്, ജോസ് ബട്ടർ, വിൽ ജാക്സ്, ജേക്കബ് ബദൽ, സാം കറൻ എന്നിവരെല്ലാം സ്ക്വാഡിലുണ്ട്. പരിക്കിൻ്റെ ആശങ്കയുണ്ടെങ്കിലും പ്രീമിയം പേസർ ജോഫ്ര ആർച്ചറെ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ പൂർണ്ണ ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ മാത്രമാകും ആർച്ചറിനെ അന്തിമ സ്ക്വാഡിലേക്ക് പരിഗണിക്കുക. ജാമി ഓവട്ടനൊപ്പം സമീപകാലത്ത് മികച്ച ഫോമിലുള്ള ജോഷ് ടങ്ങിനെയും ആഡ് ചെയ്തിട്ടുണ്ട്. എക്സ്പീരിയൻസ് താരം ആദിൽ റഷീദാണ് സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി ടീമിലുള്ളത്. മോശം ഫോമിനെ തുടർന്ന് ബിഗ് ഹിറ്റർ ലിയാം ലിവിസ്റ്റൺ ഇടം ലഭിക്കാത്തതാണ് ഇംഗ്ലണ്ടിൽ നിന്നുള്ള പ്രധാന വാർത്ത. ലസിത് മലിംഗയെ താൽക്കാലിക ബോളിംഗ് കോച്ചായി നിയമിച്ച് T20 ലോകകപ്പിന് കൃത്യമായ മുന്നൊരുക്കമാണ് ലങ്കയും നടത്തുന്നത്. ദസുൻ ഷനക ക്യാപ്റ്റനായി പ്രിലിമിനറി സ്ക്വാഡിനെയാണ് ലങ്ക പ്രഖ്യാപിച്ചത്. പത്തും നിസാങ്ക, കുശാൽ മെൻഡിസ്, വനിന്ദു ഹസരംഗ, അസ്ലങ്ക ഉൾപ്പെടെ പ്രധാന താരങ്ങളെല്ലാം ഇടം പിടിച്ചിട്ടുണ്ട്. മദീഷ പാതിരാനെ നേതൃത്വം നൽകുന്ന പേസ് നിരയും ലോകകപ്പിനായി ഒരുങ്ങിയിട്ടുണ്ട്. റാഷിദ് ഖാന്റെ നേതൃത്വത്തിൽ വരുന്ന അഫ്ഗാനും സമീപകാലത്തായി T20 തങ്ങളുടേതായ പാത വെട്ടിപ്പെടുത്തവരാണ്. നൂർ അഹമ്മദ്, നവീനുല്ല, റഹ്മാനുല്ല ഗുർബാസ് തുടങ്ങി ഫ്രാഞ്ചൈസി ലീഗുള്ള പ്രധാന താരങ്ങളെയെല്ലാം ലോകകപ്പ് സ്ക്വാഡിലേക്ക് പരിഗണിച്ചിട്ടുണ്ട്.